ഇന്ന് നമുക്ക് കോട്ട കളക്ഷൻസ് കാണാം. കോട്ട ഡോറിയ ഫാബ്രിക്കിലേക്ക് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ്സ് വരുന്ന കുറച്ച് ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, നല്ല അടിപൊളിയായിട്ടുള്ള വൈബ്രൻറ്റ് ഷെയ്ഡ്സിലും ഞാൻ ഈ വേർതിരിക്കുന്ന ഒരു ഷെയ്ഡ് ഒരു ഇലപ്പച്ച കളറിലൊക്കെ കുറേ ആളുകൾ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ അതിൻ്റെയൊക്കെ കുറച്ച് പ്രിൻറ്റുകൾ നമുക്ക് വന്നിട്ടുണ്ട്. സോ ഓരോന്നായിട്ട് കാണാം. പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പ്രോഡക്റ്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്ത് വാട്സപ്പിൽ നിങ്ങൾക്ക് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് കളക്ഷൻസ് കാണാം. ഫസ്റ്റ് ഞാൻ വേർതിരിക്കുന്ന സെയിം തന്നെയാണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഒരു വാഴയില പച്ച കളർ, അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് ഇത്. കണ്ടോ, ഞാൻ കളർ ഗാർഡ് യൂസ് ചെയ്യാണ്ട് വാഷ് ചെയ്തുകൊണ്ടാണ് കേട്ടോ ഇത്രയും കളർ ഡിമ്മായി പോയത്. ഇത് ശരിക്കും ഈ കളറായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മസ്റ്റായിട്ടും കളർ ഗാർഡ് ഉപയോഗിച്ച് വേണം വാഷ് ചെയ്യാനായിട്ട്. എനിക്ക് അറിയില്ലാത്തതുകൊണ്ടല്ല ഞാൻ വാഷ് ചെയ്യാത്തത്, എനിക്ക് മടി ആയതുകൊണ്ടാണ് ഞാൻ വാഷ് ചെയ്തത്. അങ്ങനെ ഒത്തിരി പേര് പറയാറുണ്ട് മടി ആയതുകൊണ്ട് വാഷ് ചെയ്യാറില്ലാന്ന്. പക്ഷേ കണ്ടോ, ഇത്രയും ഡിഫറൻ്റ് ആയിപ്പോയി, അതിൻ്റെ കളർ നരച്ച പോലെ ആയിപ്പോവും. അപ്പോൾ അതുകൊണ്ടാണ്. പക്ഷേ വേറെ ഡാമേജോ കാര്യങ്ങളൊന്നും എനിക്കിതിന് വന്നിട്ടില്ല. ഞാൻ കുറേ ഫസ്റ്റ് എൻ്റെ കോട്ട സെറ്റാണെന്ന് തോന്നുന്നു, ഇത് കുറേ ഉപയോഗിച്ചു, പിന്നെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ടും കളർ ഗാർഡ് ഉപയോഗിക്കണം. ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ്, നല്ലൊരു ഇലപ്പച്ച കളറിലേക്ക്. നമുക്ക് കളർ ഗാർഡ് ഷോപ്പിൽ അവൈലബിൾ ആണ്. 125 റുപ്പീസാണ് 100 ml ഒരു ബോട്ടിലിന്. ഇങ്ങനെ വരും ദുപ്പട്ട. നല്ല അടിപൊളി ഷെയ്ഡാണ്, കുറേ പേര് വെയിറ്റ് ചെയ്തിരുന്ന ഒരു ഷെയ്ഡാണ്. ബോട്ടം കോട്ടൺ ഫാബ്രിക്കിലേക്ക്, ഇതാണ് സെയിം കളറിൽ തന്നെ വരുന്ന ബോട്ടമാണ്. ടോപ്പും ദുപ്പട്ടയും കോട്ട ഫാബ്രിക്കിലേക്കും ബോട്ടം കോട്ടൺ ഫാബ്രിക്കിലുമാണ് വന്നിരിക്കുന്നത്. എല്ലാ സെറ്റ്സിൻ്റെയും പ്രൈസ് വരുന്നത് 1450. അടുത്തൊരു നേവി ബ്ലൂ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലേക്ക് വന്നിരിക്കുന്നു. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ബത്തിക് പ്രിൻറ്റ് പോലത്തെ പ്രിൻ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് പ്രിൻ്റ് വരുന്നത്. നല്ല എലഗൻറ്റ് ലുക്ക് വരുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ ഈ കോട്ട സെറ്റ്സ്. ഒത്തിരി പേരുടെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഫാബ്രിക്കാണ്. എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ഫാബ്രിക്കാണ്. ഇതാണ് ദുപ്പട്ട. സെയിം ഷെയ്ഡിൽ തന്നെ പ്രിൻറ്റ് ഡിഫറെൻ്റ് ആയിട്ട് വരുന്നു. നല്ല ഭംഗിയുള്ള കോട്ട. കോട്ടയിൽ ആ ഒരു ഗോൾഡൻ സെറിയുടെ വർക്കൊക്കെ വരുന്ന നല്ല ഭംഗിയാണ് കേട്ടോ ഇടുമ്പോൾ. ഭയങ്കര കംഫർട്ടബിളാണ്. ഈ ഒരു സമ്മറിൽ നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷനാണ് കേട്ടോ ഈ ഒരു ഫാബ്രിക്ക്. ഇതാണ് ബോട്ടം. ഇങ്ങനെ വരുന്നു സെറ്റ്. അടുത്തത് മാർബിൾ പ്രിൻറ്റിലേക്കാണ് വന്നിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബേബി പിങ്ക് ആണ് കേട്ടോ. മാർബിൾ പ്രിൻറ്റ് ആക്ച്വലി നല്ല ഭംഗിയാണ്. കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ഒരു കസിൻ ഇതിനകത്ത് നിന്ന് എടുത്തായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു സ്റ്റിച്ച് ചെയ്തിട്ട് കണ്ടിട്ട്. ഇങ്ങനെ വരുന്നു. നല്ലൊരു ബേബി പിങ്ക് ടോണാണ് വന്നിരിക്കുന്നത്. ദുപ്പട്ട ഓൾസോ സെയിം കളറിൽ തന്നെ ഇങ്ങനെ വരുന്നു. നല്ല രസമുണ്ട്. ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി അറിയാൻ പറ്റുള്ളൂ. ഞാൻ ഫോൾഡ് ചെയ്താണ് പിടിച്ചിരിക്കുന്നത്. കാരണം കനം കുറഞ്ഞ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ലൈനിങ് നല്ല കട്ടിയുള്ള കോട്ടൺ ലൈനിങ് അല്ലെങ്കിൽ ക്രേപ്പ് ലൈനിങ് ഇട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. കോട്ടൺ ഇടുവാണെങ്കിൽ ചൂടിന് കുറവുണ്ടാവും. പക്ഷേ ക്രേപ്പ് ഇട്ടിട്ട് എനിക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് ഇടാം, പക്ഷേ കട്ടിയുള്ളത് നോക്കിയിടണം. ബോട്ടം കോട്ടൺ ഫാബ്രിക്കിലേക്ക് വരുന്നു. കോട്ട ഫാബ്രിക് അറിയാവുന്ന ആളുകൾ മാത്രം പർച്ചേസ് ചെയ്യുക. കൈ കിട്ടി കഴിഞ്ഞിട്ട് ഇതിന് കനം കുറവാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കുന്നതല്ല. കോട്ടയുടെ നേച്ചർ കനം കുറഞ്ഞ തിന്നായിട്ടുള്ള കോട്ട ഫാബ്രിക്കാണ് കേട്ടോ. സോ അത് മനസ്സിലാക്കിയിട്ട് മാത്രം പർച്ചേസ് ചെയ്യുക. ഇതാണ് ഫുൾ സെറ്റ്. അടുത്ത നല്ല മാംഗോ യെല്ലോ ടോണിലേക്ക് ഇതാ സ്ട്രൈപ്സ് പാറ്റേൺ വന്നിരിക്കുന്നത്. ബേജ് കളറിൽ സ്ട്രൈപ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇത് ലൈനിങ് ഇട്ട് കഴിയുമ്പോഴാണ് ഈ സെറ്റ്സിൻ്റെ എല്ലാം ഭംഗി ശരിക്കും വരുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ 2 ഫോൾഡിങ്ങിലാണ് പിടിക്കുന്നത്. ലൈനിങ് ഇട്ട് കഴിയുമ്പോൾ നല്ല രസമാവും ഇത് കാണാനായിട്ട്. ഇതിൻ്റെ കോമ്പിനേഷനാണ് നല്ല രസം. ഒരു പീച്ചിഷ് റെഡ് ടോണിലേക്ക് ഇത് കണ്ടോ. നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷനും പ്രിൻറ്റുമാണ്. നല്ല രസമുണ്ട്. ഇങ്ങനത്തെ കളർ കോമ്പിനേഷൻസൊക്കെ ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആണ് കേട്ടോ. നല്ല വൈബ്രൻറ്റ് ഷെയ്ഡ്സിലേക്ക് വരുന്ന ഈ ഒരു സമ്മറിന് അടിപൊളിയാണല്ലോ. ഇതാണ് ബോട്ടം ഫാബ്രിക്ക്. കോട്ടണിലാണ് ബോട്ടം വന്നിരിക്കുന്നത്. ഇങ്ങനെ വരുന്നു സെറ്റ്. അടുത്ത നല്ല ജെറ്റ് ബ്ലാക്ക് ടോണിലേക്ക് ബേജ് കളറിലുള്ള പ്രിൻറ്റ് വരുന്നു. ഇത് കണ്ടോ, നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മളിതിട്ടിട്ട് കുറേ എൻക്വയറി ഉണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ തീർന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുള്ള ഒരു മെറ്റീരിയലാണ്. ഞാൻ ലൈനിങ്ങും കൂടെ വെച്ചാണ് കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രിൻറ്റ് നന്നായിട്ട് എടുത്തു തന്നപ്പോൾ ഒത്തിരി എൻക്വയറി ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് ലൈനിങ് വെച്ച് കാണിക്കുന്നില്ല കേട്ടോ. ഇതാണ് ബോട്ടം. മൂവാറ്റുപുഴ അല്ലെങ്കിൽ നിയർ ബൈ ആയിട്ട് നമുക്ക് തൊടുപുഴ പെരുമ്പാവൂരൊക്കെയുള്ള ആളുകൾ ആരെങ്കിലും നമ്മുടെ ഷോപ്പിൽ വരാനിരിക്കുന്നുണ്ടെങ്കിൽ ഇതാണ് ബെസ്റ്റ് ടൈം. കുറേ സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ. കോട്ടൻ്റെയും മഹേശ്വരിയുടെ എല്ലാത്തിൻ്റെയും കളക്ഷൻസ് വന്നിട്ടുണ്ട്. കമ്മിങ് ഡേയ്സിൽ നമുക്ക് എല്ലാത്തിൻ്റെയും വീഡിയോസ് ഉണ്ടാവും. സോ ഇങ്ങനെ വരുന്നു ഫുൾ സെറ്റ്. അടുത്ത നല്ലൊരു റെയർ കൈൻഡ് ഓഫ് പ്രിൻ്റാണ്. ഒരു മസ്റ്റാർഡ് യെല്ലോ ആൻഡ് നേവി ബ്ലൂ. നല്ല ഭംഗിയുള്ള ഒരു കോമ്പിനേഷനാണ്. നല്ലൊരു എലഗൻറ്റ് പീസാണ് കേട്ടോ. ഇത് കണ്ടോ, പിന്നെ ബോർഡർ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. പ്രിൻറ്റ് കുറച്ച് വലിയ പ്രിൻ്റാണ്, പക്ഷേ ഒത്തിരി വലുതല്ല. ഒരു മീഡിയം സൈസിലുള്ള പ്രിൻ്റാണ്. കളർ കോമ്പിനേഷൻ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതാണ് ദുപ്പട്ട. പോൾക്കാ ഡോട്ട്സ് വരുന്നത്. പോൾക്കാ ഡോട്ട്സിന് ഒരു പ്രത്യേക ഭംഗിയാണ് കോട്ടയിൽ വരുമ്പോൾ. അതാ ഇങ്ങനെ വരുന്നു സെറ്റ്. നല്ല ഭംഗിയുള്ള സെറ്റാണ് കേട്ടോ. ബോട്ടം ഓൾസോ പോൾക്കാ ഡോട്ട്സിൽ വരുന്നു. കോട്ടൺ ആണ് ഫാബ്രിക്. ഇങ്ങനെ വരുന്നു സെറ്റ്.
അടുത്തതും ബ്ലാക്ക് ആൻഡ് ബേജ് കളർ കോമ്പിനേഷനിലേക്ക് തന്നെ വരുന്നു. നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് കേട്ടോ. ഈ ഒരു ബ്ലാക്ക് കളറ് നമുക്ക് ഇതിലേക്ക് ലൈനിങ് കൂടെ വരുമ്പോൾ നന്നായിട്ട് ആ ഒരു പ്രിൻ്റ് എടുത്ത് വെക്കും. അപ്പോൾ നല്ല രസമായിരിക്കും കാണാനായിട്ട്. ഇത് കണ്ടോ, ഇങ്ങനെ വരും, നല്ല ഭംഗിയുണ്ട്. ചിലതൊക്കെ നമുക്ക് 2.5 മീറ്റേഴ്സ് ലെങ്ത് ഉണ്ട്, ചിലത് ജോയിൻറ്റ് കൊടുക്കേണ്ടി വരും. ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നതൊക്കെ ജോയിൻറ്റ് കൊടുത്തിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റ് ഐറ്റംസിൽ അത് ഡൈ ചെയ്ത് വരുമ്പോൾ കുറച്ച് അതിൻ്റെ ലെങ്ത്ത് കുറഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ചില ഐറ്റംസൊക്കെ അങ്ങനെയായിരിക്കും വരുന്നത് കേട്ടോ, ലെങ്ത്ത് കുറവുണ്ടാവും, അപ്പോൾ ജോയിൻറ്റ് കൊടുക്കേണ്ടി വരും. ബോട്ടം ഇങ്ങനെ വരുന്നു. നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷനാണ് കേട്ടോ, ബ്ലാക്കും ബേജും ബ്രിക്കും ഇങ്ങനെ വരുന്നു. ഫുൾ സെറ്റിൻ്റെ പ്രൈസ് 1450. അടുത്ത ഞാനൊരു 2 ആഴ്ച മുമ്പ് ഈ ഒരു ഷെയ്ഡിലുള്ള ഒരു ലാവൻഡർ ഷെയ്ഡിലുള്ള കോട്ടാ സെറ്റ് വേറെ ചെയ്ത് കാണിച്ചപ്പോൾ കുറേ ആളുകൾ അന്ന് അത് തികഞ്ഞില്ല, അത് 2-3 പീസേ ഉണ്ടായിരുന്നുള്ളൂ. അത് അതിൻ്റെ വേറെ പ്രിൻറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ വരും. നമ്മൾ ചില സമയത്ത് നമുക്ക് എല്ലാം ഒരേ പ്രിൻറ്റ് തന്നെ റീസ്റ്റോക്ക് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് കിട്ടുന്ന ആ കറക്റ്റ് കളറ് വരുന്നത് പ്രിൻറ്റ് ഡിഫറെൻ്റ് ആണെങ്കിലും എടുക്കാറുണ്ട്. സോ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വന്നിരിക്കുന്നു ഈ പ്രാവശ്യത്തെ പ്രിൻറ്റ്. നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ. ഇട്ട് കഴിയുമ്പോൾ ഇതാണ് ദുപ്പട്ട, നല്ല രസമുണ്ട് കാണാൻ. ബോട്ടം ലാവൻഡറിൽ ബത്തിക് പ്രിൻ്റ് വരുന്ന കോട്ടൺ ഫാബ്രിക്, പ്രൈസ് 1450. അടുത്ത നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഓറഞ്ച് ടോണാണ് കേട്ടോ. നല്ല ബ്രൈറ്റ് ടോണാണ്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ കോൺട്രാസ്റ്റ് കോമ്പിനേഷനാണ് ഏറ്റവും ഭംഗി. പ്രിൻ്റ് നല്ല രസമുണ്ട്, ആ വൈറ്റ് കളർ വന്നിട്ട് നല്ല രസമുണ്ട് കേട്ടോ. കോമ്പിനേഷൻ കണ്ടോ, നല്ല രസമുള്ള ഗ്രേ ആൻഡ് ഓറഞ്ച്, ഭയങ്കര രസമുണ്ട് കേട്ടോ. ഈ ഒരു കോമ്പിനേഷൻ ഭയങ്കര ക്ലാസി ആൻഡ് എലഗൻ്റ് ആയിട്ടുള്ള കോമ്പിനേഷനാണ്, നല്ല രസമുണ്ട് കേട്ടോ. ബോട്ടം ഒരു ബ്ലാക്കിഷ് ഗ്രേ ടോണിലേക്ക്, ഒരു ബ്ലാക്ക് ടോണാണ് വന്നിരിക്കുന്നത് ബോട്ടത്തിന്. ഇങ്ങനെ വരുന്നു. പ്രൈസ് വന്നിരിക്കുന്നത് 1450. അപ്പോൾ ഇത്രയാണ് കളക്ഷൻസ്. സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലേക്ക് അയച്ച് വാട്സപ്പ് ത്രൂ ഓർഡേഴ്സ് പ്ലേസ് ചെയ്തോളാം. അപ്പോൾ നമുക്ക് പുതിയ കളക്ഷൻസ് ആയിട്ട് വീണ്ടും കാണാം.